Hello my dear students, welcome to the video. In this video, we will discuss the introduction to the pericyclic reaction, that is the electrocyclic, cycloaddition and sigmatropic reactions. Pericyclic reactions. Before moving to pericyclic reactions, we will see what are concerted mechanism and non-concerted reaction mechanism. We already know that a reaction mechanism proceeds via either one step or through several steps. And the step-by-step description of the reactions are generally referred to as reaction mechanism. However, if the reaction proceeds by a single step, റിയാക്ഷന് ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് വഴി മാത്രമാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർട്ടഡ് മെക്കാനിസം. ആൻഡ് ദ റിയാക്ഷൻ ഡു നോട്ട് ഇൻവോൾവ് എനി അയോണിക് ഓർ റാഡിക്കൽ ഇന്റർമീഡിയറ്റ്സ് ബട്ട് പ്രൊസീഡ്സ് വയ ട്രാൻസിഷൻ സ്റ്റേറ്റ്സ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇന്റർമീഡിയറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവാം. പക്ഷെ കൺസർട്ടഡ് റിയാക്ഷൻ്റെ കേസിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. എന്താണ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇന്റർമീഡിയറ്റ്സ് ദേ ആർ റിയാക്റ്റീവ് സ്പീഷീസ്, either അയോണിക് ഓർ റാഡിക്കൽ ഓർ ഈവൻ ന്യൂട്രൽ സ്പീഷീസ്, ബട്ട് വിച്ച് ക്യാൻ ബി ഐസൊലേറ്റഡ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. കൃത്യമായ കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ട്രാൻസിഷൻ സ്റ്റേറ്റിനെ നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. റിയാക്ടൻസ് പ്രോഡക്റ്റ് സൈഡിലേക്ക് പോകുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴി മാത്രമായിരിക്കും, എവിടെ? കൺസർട്ടഡ് റിയാക്ഷന്റെ കേസിൽ. So here is the definition for concerted reactions. They are the reactions which occur in one-step process involving only transition state and no reactive intermediates. Such reactions are referred to as concerted reactions. ഇനി നമുക്ക് നോൺ കൺസർട്ടഡ് റിയാക്ഷൻസ് എന്താന്ന് നോക്കാം. നോൺ കൺസർട്ടഡ് റിയാക്ഷൻ മീൻസ് ദേ പ്രൊസീഡ്സ് വയ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് അൺലൈക്ക് കൺസർട്ടഡ് റിയാക്ഷൻ. ഇവിടെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദേ ആർ ദ റിയാക്റ്റീവ് സ്പീഷീസ് which could be separated under appropriate conditions. Now we will see pericyclic reactions. Pericyclic reaction എന്ന് പറഞ്ഞാൽ it is a concerted reaction. First point അതാണ്, concerted reaction that proceeds through a cyclic transition state. ഇവിടെ transition state എന്ന് മാത്രമല്ല, you have to note the point that it proceeds via a cyclic transition state. So what is a pericyclic reaction means? It is a concerted reaction that proceeds via a cyclic transition state. Now we will see the characteristics of pericyclic reactions. Pericyclic reactions, they are initiated by either heat or light. അതായത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജിയാണ് റിയാക്ഷൻ സോഴ്സ്. ഹീറ്റ് എനർജി ആണെങ്കിൽ നമ്മളതിനെ തെർമൽ റിയാക്ഷൻ എന്ന് പറയും, ലൈറ്റ് ആണെങ്കിൽ അതിനെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് they are not affected by solvents or radical initiators or radical inhibitors or even catalyst. ഒരു റാഡിക്കൽ ഇൻഹിബിറ്ററിനോ അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ഇനിഷ്യേറ്ററിനോ അല്ലെങ്കിൽ സോൾവന്റ് മോളിക്യൂൾസിനോ അതുമല്ലെങ്കിൽ ഈവൻ ഒരു കാറ്റലിസ്റ്റിനെ പോലും ഈ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ദ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ either by heat energy or by light energy. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റിഗാർഡിംഗ് എ പെരിസൈക്ലിക് റിയാക്ഷൻ ഈസ് ദാറ്റ് they are completely stereospecific in nature. ഈ തേർഡ് പോയിന്റ്, they are completely stereospecific in nature എന്നുള്ളതാണ് പെരിസൈക്ലിക് റിയാക്ഷന്റെ മൂന്നാമത്തെ പ്രത്യേകത. Now we will see what is a stereospecific reaction. സ്റ്റീരിയോസ്പെസിഫിസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ
ഒരു പോയിന്റ് കൂടെ ഓർക്കേണ്ടതുണ്ട്, സ്റ്റീരിയോ സെലക്ടിവിറ്റി. ഈ രണ്ട് പോയിന്റും കൂടെ ആണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻ മെക്കാനിസം പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന രണ്ട് വേർഡ്സ് ആണ്, രണ്ട് കീ പോയിന്റ്സ് ആണ്, സ്റ്റീരിയോ സ്പെസിഫിസിറ്റിയും സ്റ്റീരിയോ സെലക്ടിവിറ്റിയും. സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ സ്റ്റീരിയോ കെമിസ്ട്രി ഉള്ള റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്റ്റീരിയോ കെമിസ്ട്രി ഉള്ള പ്രോഡക്റ്റ് തരുന്നു. അവിടെ റിയാക്റ്റന്റ് സ്റ്റീരിയോ കെമിസ്ട്രിക്കാണ് ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റീരിയോ കെമിക്കലി ഡിഫറെന്റ് റിയാക്റ്റൻസ് റിയാക്ട്സ് ഡിഫറെന്റ്ലി. വ്യത്യസ്തമായ സ്റ്റീരിയോ കെമിസ്ട്രി ഉള്ള റിയാക്റ്റൻസ് വ്യത്യസ്തമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. എന്നാൽ സ്റ്റീരിയോ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല. പ്രോഡക്റ്റിന്റെ സ്റ്റീരിയോ ഐസോമറിസത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് അല്ല, മറിച്ച് പാത്ത് ഓഫ് ദ റിയാക്ഷൻ ആണ്. So in a stereo-selective reaction, the stereoisomerism of the product is determined by the reaction pathway rather than the stereochemistry of the reactants. എന്നാൽ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി തീരുമാനിക്കുന്നത് റിയാക്ടൻസ് ആണ്. ഇവിടെ ദ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമറിസം ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദ റിയാക്ടൻസ്. അതൊരു പോയിന്റ്. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. സ്റ്റീരിയോ സ്പെസിഫിസിറ്റിയിൽ എപ്പോഴും നമുക്കൊരു സ്പെസിഫിക് പ്രോഡക്റ്റ് കിട്ടും. വൈൽ സ്റ്റീരിയോ സെലക്ടിവിറ്റിയിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കിട്ടാം. പക്ഷെ ഒരു സ്റ്റീരിയോ ഐസോമറിന് വേണമെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാം. ഒരെണ്ണം മേജർ പ്രോഡക്റ്റ് ആവാം, ബട്ട് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആർ ഫോംഡ് ഇൻ ദ കേസ് ഓഫ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻസ്. നമ്മളുടെ പെരിസൈക്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ദേ ആർ കംപ്ലീറ്റ്ലി stereo specific in nature. Now we will see the categories of pericyclic reactions. നമ്മുടെ സിലബസിൽ 3 തരം പെരിസൈക്ലിക് റിയാക്ഷനെ കുറിച്ചാണ് പറയുന്നത്, and we will see one by one. The first point is the first pericyclic reaction is a electrocyclic reaction. Second is a cycloaddition reaction. And third one is the Sigmatropic Rearrangements. We will see one by one. Now we will see what is an electrocyclic reaction. An electrocyclic reaction, that's a reversible reaction that can involve either ring closure or ring opening. ഒന്നെങ്കിൽ ഒരു റിംഗ് ക്ലോഷർ നടക്കാം, അല്ലെങ്കിൽ റിംഗ് ഓപ്പണിംഗ് നടക്കാം. അതായത് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ഡൈൻ സിസ്റ്റമാണ്. ഇതിന് റിംഗ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഈ പൈബോണ്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും, ഈ പൈബോണ്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ശരിക്കും കിട്ടുന്നത്. ഇവിടുത്തെ സിഗ്മ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, ഇവിടുത്തെ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇവിടുത്തെ ഒരു പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, ഇവിടുത്തെ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇവിടുത്തെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടുത്തെ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ പുതിയൊരു പൈ ബോണ്ട് ഉണ്ടാകുന്നു, ഇവിടുത്തെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. സോ ദ പ്രോഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഓപ്പൺഡ് സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട് മാറി. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കുള്ള റിയാക്ഷനെ നമുക്ക് റിംഗ് ക്ലോഷർ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇതേ റിയാക്ഷൻ തന്നെ തിരിച്ച് നടക്കും എന്ന് വിചാരിക്കുക. തിരിച്ച് നടന്നാൽ എന്താണ്? ഇവിടുത്തെ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാവും, ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ അഗൈൻ എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് ഫോംഡ്. ഈ സിഗ്മ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇവിടെ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, ഈ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇവിടെ പൈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴി പോകും.
പോയിട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ സിഗ്മ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു പൈ ബോണ്ട് അവിടെ കിട്ടുന്നു. ഇവിടെ ഒരു സിഗ്മ ബോണ്ട് മാത്രം, ഇവിടുത്തെ പൈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇവിടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് മാറി. അപ്പൊ നമ്മൾ ഇതിനെ റിംഗ് ഓപ്പണിംഗ് എന്ന് പറയും. ഇത് രണ്ടും പ്രൊസീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴിയാണ്. So this is an example for a ring closure reaction. This is a ring closure reaction and this is an ring opening reaction. ഇവിടുത്തെ റിംഗ് ക്ലോഷർ റിയാക്ഷൻ, റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻ, ഇത് രണ്ടും ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ പെടുന്നതാണ്. നോക്കൂ, ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. An electrocyclic ring closure is an intramolecular reaction. ഇവിടെ നോക്കേണ്ടത്, നമ്മൾ പറയുന്നത് ഒരു മോളിക്യൂൾ മാത്രമേ ഇവിടെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഒരു മോളിക്യൂളിനകത്ത് നടക്കുന്ന ഇലക്ട്രോണിക് റീഅറേഞ്ച്മെന്റ് വഴിയാണ് റിംഗ് ക്ലോഷർ നടക്കുന്നത്, റിംഗ് ഓപ്പണിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ടേം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻട്രാമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ദാറ്റ് ഫോംസ് എ സൈക്ലിക് പ്രോഡക്റ്റ് കണ്ടെയ്നിങ് വൺ മോർ സിഗ്മ ബോണ്ട് ആൻഡ് one fewer pi bond than the reactant. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. See, this is a ring closure reaction. ഇവിടുത്തെ ഈ റിംഗ് ക്ലോഷർ നോക്കുക. ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്, ഇതൊരു ട്രൈൻ സിസ്റ്റമാണ്. ഇവിടുത്തെ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഈ പൈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ഒരു ഹീറ്റ് ഡ്രിവൺ റിയാക്ഷൻ ആണ്, അത് തെർമൽ റിയാക്ഷൻ ആണെന്ന് അർത്ഥം. തെർമൽ റിയാക്ഷൻ വഴി ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരു പുതിയ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ സിഗ്മ ബോണ്ട് ഇല്ലായിരുന്നു, അതുണ്ടായി. അപ്പൊ നമ്മൾ പറയുന്നു വൺ മോർ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ്. നമ്മുടെ റിയാക്ടൻസിന്റെ കേസിൽ 3 പൈ ബോണ്ട് ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് വന്നപ്പോൾ 2 പൈ ബോണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് വൺ ഫ്യൂവർ പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി റിയാക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞു, ദേ ആർ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇങ്ങോട്ടേക്ക് തിരിച്ച് നടന്നു കഴിഞ്ഞാൽ റിംഗ് ഓപ്പണിംഗ്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്ന റിയാക്ഷൻ റിംഗ് ക്ലോഷർ ആണ്, അത് തെർമലി ഡ്രിവൺ ആണ്. Now we will deal with electrocyclic ring opening reaction. ഇവിടെ നോക്കൂ, ഇതൊരു സൈക്ലോ ബ്യൂട്ടീൻ സിസ്റ്റമാണ്. ഇവിടുത്തെ ഈ സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ക്ലീവ് ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പൺ സിസ്റ്റം 1,3-ബ്യൂട്ടാഡൈൻ. ഇവിടുത്തെ ഒരു സിഗ്മ ബോണ്ട് കുറഞ്ഞു. അപ്പൊ നമ്മൾ പറയും ദ സിഗ്മ ബോണ്ട് ഓഫ് ദ സൈക്ലിക് റിയാക്ടന്റ്. ഇവിടുത്തെ റിയാക്ടന്റ് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ റിയാക്ടന്റ് ഒരു ക്ലോസ്ഡ് റിയാക്ടന്റ് ആയിരിക്കും. അതിന്റെ സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് 2 പൈ ബോണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ 1 മോർ പൈ ബോണ്ട് ഈസ് ഫോംഡ്. നമ്മുടെ റിയാക്ടൻസിൽ ഒരു പൈ ബോണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പ്രോഡക്റ്റ് വന്നപ്പോൾ 2 പൈ ബോണ്ടായി. സോ ദിസ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഇലക്ട്രോ റിംഗ് ക്ലോഷർ reaction. Now we will move on to another class of pericyclic reactions, namely cycloaddition reactions. ഇവിടെ എന്താ നോക്കൂ, ഇവിടെ ആക്ച്വലി cycloaddition reaction takes place. ഇവിടെ പൈ ബോണ്ടഡ് ആയിട്ടുള്ള റിയാക്ടൻസ്, 2 റിയാക്ടൻസ് ഉണ്ട്, 2 പൈ ബോണ്ടഡ് ആണ്. ഈ പൈ ബോണ്ട്സ് റീഅറേഞ്ച് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പുതിയ ഒരു പ്രോഡക്റ്റ് കിട്ടും. ദിസ് ഈസ് എ തെർമലി ഡ്രിവൺ റിയാക്ഷൻ. ഇതിനെ നമുക്ക് ഒരു ഡൈൻ എന്ന് വിളിക്കാം, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 ഡബിൾ ബോണ്ട്സ്. ഡൈൻ, ദിസ് ഈസ് എ മോണോ ഈൻ ഓർ സിംപ്ലി ഈൻ. So diene plus ene gives a cyclic compound. ഇതിനെ ചില കേസിൽ ഡയനോഫൈൽസ് എന്നും പറയും. ഡയനോഫൈൽസ്. A diene reacting with dienophile, such reactions are termed as a Diels-Alder reaction.
Diels-Alder reaction. Diels-Alder reaction. So what is a Diels-Alder reaction? A diene plus dienophile giving the adduct. It is an example for cycloaddition reaction. ഈ റിയാക്ഷന്റെ പ്രത്യേകത, the products with pi bond take part in the reaction. They cyclizes to give a new sigma bond. Two new sigma bonds are formed in the case of cycloaddition reaction. And the pi bond is reorganized to a new position to give a new pi bond also. Now we will see the characteristics of cycloaddition reaction. Like electrocyclic reactions, they are concerted and stereospecific. Of course, generally all pericyclic reactions are concerted and stereospecific. If they are initiated by heat, then it is termed as a thermal cycloaddition. If the reaction is initiated by light, then it is termed as a photochemical cycloaddition. Actually, cycloaddition reactions are designated. They are identified by the number of pi electrons in the reactants. They are actually identified by the number of pi electrons in the reactants. Now we will see the examples of cycloaddition reactions. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്, they are identified by the number of pi electrons in the reactant molecules എന്നാണ്. ഇത് ഒരു ഡൈൻ സിസ്റ്റമാണ്. ഡൈൻ സിസ്റ്റത്തിൽ രണ്ട് പൈ ബോണ്ട്സ് ഉണ്ട്. Therefore, the number of pi electrons will be 4. So we have 4 pi electrons in this reactant. And in the second reactant, that is usually it will be a dienophile, and that contains only 1 pi bond, which means 2 pi electrons. And they form the adduct. Such type of reactions, they are, we have already mentioned that they are called Diels-Alder reaction. ഈ റിയാക്ഷനെ നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യും? ദിസ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ്, this reaction is designated as 4 plus 2 cycloaddition. The reason is that this reaction is designated as 4 plus 2 cycloaddition reaction. The reason is that the reactants contain 4 pi electrons and 2 pi electrons respectively. Another example of cycloaddition reaction, here we will deal with a 2 plus 2 addition reaction. That is, the reactants here contain only 1 pi bond, therefore 2 pi electrons. Here also 1 pi bond. Of course, ഇത് രണ്ടും പൈ ബോണ്ട് ആണെങ്കിൽ പോലും അഡീഷൻ റിയാക്ഷനിൽ അത് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു പൈ ബോണ്ടുള്ള സിസ്റ്റമായിട്ടാണ് കാണുക. അപ്പോൾ ഇവിടെ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത് അഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന സിഗ്മ ബോൺസ് റെഡിൽ കാണിച്ചിട്ടുണ്ട്. Thus, this reaction can be designated or represented as 2 plus 2 cycloaddition reaction. Next, we will see what are Sigmatropic rearrangements. This is the third class of pericyclic reaction. Here, an intramolecular migration of an atom or a group through a pi system takes place.
When the sigmatropic rearrangement, there occurs an intramolecular migration of an atom or a group. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഹൈഡ്രജൻ ആറ്റം ഈ CH2 ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഈ ഹൈഡ്രജൻ ആറ്റമാണ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് ഈ തേർഡ് പൊസിഷനിൽ വരുന്നത്. എങ്ങനെ റിയാക്ഷൻ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഈ സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ഓക്കെ, ഈ സിഗ്മ ബോണ്ട് നേരെ ഈ കാർബൺ ആറ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പൈ ബോണ്ട് തിരിച്ച് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇൻ ഇഫക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ദിസ് ബോണ്ട് വിൽ ബി ക്ലീവ്. So in effect, what happens is that this bond will be cleaved. ഇത് ക്ലീവ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. A new sigma bond is formed here. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here a sigma bond adjacent to the pi, it can be conjugated system, and that is broken. അതായത് ഈ സിഗ്മ ബോണ്ട് ഇറ്റ് ഈസ് ബ്രോക്കൺ ആൻഡ് the pi bonds are reorganized. പൊതുവെ പെരിസൈക്ലിക് റിയാക്ഷൻസിലൊക്കെ നടക്കുന്ന ഇതാണ്, പൈ ബോണ്ട് റീഓർഗനൈസേഷൻ ആണ്. ഇവിടെ സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് the pi bond is reorganized and a new sigma bond is formed at the end of the pi system. This is the newly formed sigma bond. This is the newly formed sigma bond and this is the rearranged pi electron system. Generally, sigmatropic rearrangements are designated as IJ sigmatropic rearrangements. എന്താണ് IJ എന്ന് ഉദ്ദേശിക്കുന്നത്? Where I and J are they are simply the atom numbers between which a new sigma bond is formed. For example, ഇവിടുത്തെ ഈ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് കാർബൺ ഈസ് 2, നെക്സ്റ്റ് ഈസ് 3, നെക്സ്റ്റ് കാർബൺ 4 and the last carbon is the 5th carbon atom, and the hydrogen is migrated from this first carbon to the 5th carbon. ഇവിടെ പ്രോഡക്റ്റ് സൈഡ് നോക്കുക, ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു and therefore this is designated as a 1,5 sigmatropic rearrangement and this is an example for a 1,5 sigmatropic rearrangement. ഇവിടെ ഒരു കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ആണ്. സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഒരു ആറ്റം, ഹൈഡ്രജൻ ആറ്റം, that is migrated to the 5th position with the reorganization of the pi system. Now we will see how to classify a sigmatropic rearrangement. So in order to classify a sigmatropic rearrangement, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഏത് സിഗ്മ ബോണ്ട് ആണ് ക്ലീവ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യും. So first of all, you identify which sigma bond is cleaved in the rearrangement and assign number 1 to both the atoms. നമ്മളിവിടെ കണ്ട പോലെ തന്നെ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഏത് സിഗ്മ ബോണ്ടാണ് ഇവിടെ ക്ലീവ് ചെയ്യുന്നത്, ദിസ് സിഗ്മ ബോണ്ട്. അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ആറ്റങ്ങൾക്കും 1 എന്ന നമ്പർ കൊടുത്തു. And the subsequent atoms, they are numbered as 2, 3, 4, 5, etc.
See, the subsequent atoms are numbered as 2, 3, 4, etc. Say Ij. And if new sigma bond, നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എപ്പോഴും ഒരു പുതിയ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇഫ് ദ ന്യൂ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ആറ്റംസ് നമ്പേർഡ് I and J, then that sigmatropic rearrangement is designated as Ij sigmatropic rearrangement. See, here is an example of 1,5 sigmatropic rearrangement and 3,3 sigmatropic rearrangement. We will see how this has become a 1,5. This is already explained. ഇവിടെ ഈ സിഗ്മ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു, അതുകൊണ്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിന് 1, and the subsequent atoms are numbered as 2, 3, 4, 5, and this hydrogen atom is migrated to the 5th carbon atom. See, you can see the product, and therefore since the hydrogen is migrated from the first carbon to the 5th carbon, it is termed as a 1,5 sigmatropic rearrangement. Now we will see the other example. Here this sigma bond is cleaved. ഈ സിഗ്മ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 കാർബൺ ആറ്റത്തിനും we have designated, we have given number as 1, and the subsequent atoms are numbered as 2, 3. ഇവിടെയും അതുപോലെ തന്നെ 2, 3. Now the new sigma bond is formed between this 3 and 3 carbon atom, the 3rd carbon atom. This is a new sigma bond formed, and this sigma bond is cleaved. So here there will be no bond between these 2 atoms. New sigma bond is formed between the atoms numbered 3 and 3. Therefore, this is an example for a 3,3 sigmatropic rearrangement. So thank you all.